നമസ്കാരം. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്, പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയത്തരായി 1:08. ഇവിടെ നിസ്കാരം 1:20 കുത്തുക തുറങ്ങുള്ളൂ. നമ്മുടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ 2 ദിവസം ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇങ്ങനെ പരിപാടി രാത്രിയാണ്. അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 3-4 ദിവസമായി പരിപാടി. വിഷുവിൻ്റെ ഭാഗമായിട്ട് ചിത്രക്കണി. അത് ഇന്നിപ്പോൾ കടയ്ക്ക് പോണ വഴിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി വേണ്ട, എന്താ വണ്ടിയില്ലേ? ബോക്സ് വേണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി തന്നെ. അവൻ്റെ അടുത്ത് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവൻ അവിടെ എങ്ങനെ ലാഗാക്കുമെന്തോ. നമുക്കും പറ്റുമെന്നുള്ളത് നോക്കണമല്ലോ അല്ലേ? കല്യാണമാണ്, ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ട് കല്യാണം കൊണ്ട് പോകുന്നു. ഞാൻ എന്താ പരിപാടിക്ക് പടക്കം പൊട്ടിച്ചതിൻ്റെയൊക്കെ വേസ്റ്റുകളാണ്. മറ്റേ പടക്കം അവിടെ അന്തംപെട്ട പടക്കം പൊട്ടിക്കലായിരുന്നു. നമ്മളവിടെ വിഷുവിന് പൊട്ടിക്കില്ല ഇത്ര. എവിടെ വണ്ടി എവിടെ? വണ്ടിക്കുള്ളൊരു മാസം എൻട്രി കിട്ടുമോ നോക്കിയപ്പോൾ അതുമില്ല നമ്മുടെ കീശയില്ല പറഞ്ഞ പോലത്തെ അവസ്ഥയല്ല. ബാക്കി എല്ലാ വണ്ടിയും വരുന്നുണ്ട്, നമ്മുടെ വണ്ടി മാത്രം വരില്ല. അത് നമ്മൾ പടം എടുത്തിട്ട് പള്ളിയിൽ പോയിട്ട് വരാം. വണ്ടി എടുത്തില്ലല്ലോ, ഇങ്ങനെ പുളിയോളം പോലാണ് ഇരിക്ക. വണ്ടി വന്നു ഗൈസ്, നമ്മുടെ വണ്ടി വന്നു. വണ്ടികളെ വരാം. വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഗ്ലാസ്സൊക്കെ മൊത്തം സീനാണ്. പതിയെ പോടാ. അങ്ങനെ പാവപ്പെട്ട മൂപ്പര് വേറെ ഒരാളാണ്, കഷ്ടപ്പെട്ടു. അതാ പറയുന്നത്. എന്നിട്ട് ഓരോരുത്തർ പണിയില്ല, അതില്ല, അങ്ങനെയൊക്കെ പറയും. ആണ് ലക്ഷ്മി മില്ല്. നമ്മുടെ ലക്ഷ്മി മില്ല് ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്ഥലങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാള് പോലെ. 10 ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, വലിയ ഐഡൻറ്റിറ്റി. ലുലു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ലക്ഷ്മി മിൽസ്. ലക്ഷ്മി മിൽ ജംഗ്ഷൻ. പാലം പണി നടക്കുന്ന നേരം കൊണ്ടാണ് നമ്മൾ കറങ്ങി അടിച്ച് വരേണ്ട ആവശ്യം. ലക്ഷ്മി മിൽസിൻ്റെ വലിയൊരു നമുക്കുണ്ടാകും പഴയ ഒരു ഇതൊക്കെ വെച്ച് ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ലെഫ്റ്റ് കയറിയ അവിനാശി റോഡിൽ നിന്ന് കയറി ഇവിടെ ലക്ഷ്മി മിൽസ്, ലുലു മാൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. എവിടെ കൂട്ടത്തിൽ കിങ് അവിടെ. ലക്ഷ്മി മിൽസിൻ്റെ അതാണ് ഐഡിയ ആണ്. അല്ല ലുലു മാൾ പച്ച കളർ കേട്ടോ. അടുത്തത് കിഡ്നി സെൻറ്റർ. പണ്ട് ഇവിടെ വന്നാൽ പണ്ട് കിഡ്നി സെൻറ്റർ കൊണ്ട് നമ്മൾ പേടിപ്പിക്കുക ആൾക്കാർ. ഇവിടെ 16 കൊല്ലം വന്നിട്ട് ആ സമയത്ത് പിന്നെ ആൾക്കാർ പറയും അവിടെ കിഡ്നി സെൻറ്ററാണ്, ആ ഭാഗത്ത് കൂടെ പോയി അവർ പിടിച്ചിട്ട് നമ്മുടെ കിഡ്നി എടുത്തോടും പറയും. ഇതാണ് കിഡ്നി സെൻറ്റർ ഹോസ്പിറ്റലാണ്. ആക്കാൻ്റെ ബിൽഡിംഗ് ആണ്. എന്തൊക്കെയാട്ടൊക്കെ ഇറേ ഏകദേശം എന്താ അതിപ്പോൾ എവിടെ അറിയാം. ഏരിയക്കാണ് ഏരിയക്കാണ്. പക്ഷെ എന്താണ് കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ കുറച്ചാണ്. ഒരു 10 കൊല്ലം മുന്നേ പറയുമ്പോൾ നമുക്ക് ഒരുവിധം ആ ഒരു ഇതുണ്ടാവില്ല, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായില്ല. അത്രേ ഉള്ളൂ.
പക്ഷം ഇപ്പം ചെറിയ ഏരിയകളൊക്കെ പറയുമ്പോൾ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ ഒക്കെ തന്നെയാണ്, നല്ല ആൾ പാസിങ്ങുള്ള. അപ്പോൾ എങ്ങനെ ഞാൻ അന്ന് പറയുമ്പോൾ കുറച്ച് ഡൗൺ ആയിരിക്കും. അങ്ങനെയൊക്കെ ഏകദേശം എന്താ ഇവിടെ ആയിട്ടൊക്കെയാണ് ഈ ഒരു തിരക്കിലായിരുന്നു കളിയുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ മാറി മൊത്തം. അതാണ് പിന്നെ ഒരു ഓർമ്മകൾ കൂടെ ഒരു യാത്രയാകാം. പിന്നെ നമ്മൾ ഈ പള്ളി തന്നെ പറഞ്ഞു, ഈ പള്ളി മൂപ്പരാണ് ഇവിടേക്ക് ഇങ്ങനെ ഇവിടെ ഒരു പള്ളി, ഈ പള്ളിക്ക് പോവാം എന്നൊക്കെ കണ്ട് ഇവിടേക്ക് പോകണ പള്ളിക്ക് വേണ്ടിയായിരുന്നത്. ആ ഏരിയ ലാസ്റ്റ് സീനായിട്ടൊന്നും കാണില്ല. ഇത് തള്ളപ്പത്തി കേട്ടാ, കാറ് കേട്ടാ, വേറെ കളിയല്ല. അടുത്ത 2024 അടുത്ത വീഡിയോ ആണ്, അടുത്ത വീഡിയോ വരും. ഇത് തള്ളപ്പത്തി അതൊക്കെ അത്ര തന്നെ ഉണ്ട്. ഡെയിലി പ്ലാനിങ്ങൊക്കെ ഡെയിലി പക്ക. ഇതാണ് വിനായകർ കോലി. ഇവിടുത്തെ വലിയൊരു ഗണപതിൻ്റെ വിഗ്രഹമൊക്കെ ഉള്ള വലിയൊരു ഉള്ളിൽ കാണുമെന്നറിയില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ക്ലോസ് ആണ്, ഗ്രില്ലൊക്കെ ഇട്ടത്. വേനൽക്കാലം അതിൻ്റെ പവറാണ് കേട്ടോ. വണ്ടിയിൽ കണ്ട ക്യാനുകൾ വള്ളക്കാർ അച്ചാലം പിച്ചാലം കിടന്ന് ഓടുകയാണ്. ഇതിപ്പോൾ അങ്ങനെ ലാസ്റ്റ് അങ്ങനെ പോയിട്ട് ആ റൈറ്റിലേക്ക് അങ്ങോട്ട് കയറി പറഞ്ഞാൽ പള്ളി എത്തി. പിന്നെ പള്ളിയിലേക്ക് പോകണ അങ്ങനെ വഴിയാണത്. അത് തിരക്കൊക്കെ ഉണ്ടാവും. റോഡ് ചെറിയ റോഡാണ്, ടൗണിൽ നിന്ന് ഒരു ഉള്ളിലേക്ക് പോകുന്നതാണ്. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് വഴിയൊക്കെ. അല്ലാതെ കോയമ്പത്തൂർ പറഞ്ഞാൽ വെറും ഈ ടൗണുകൾ മാത്രമല്ല, ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതപ്പോൾ ഈ പൈപ്പിൻ്റെയും ഇതൊക്കെ പണി കാരണം റോഡും കാര്യങ്ങളൊക്കെ നല്ല പൊളിച്ചിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് കുറേ മുന്നേ, അതായത് ഞാനൊരു 10 കൊല്ലം മുന്നേയൊക്കെ റോഡ് കൂടെ വരുമ്പോൾ നല്ല ഇതായിരുന്നു. നല്ല റോഡ് നല്ലൊരു ശാന്തമായിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഈ പൈപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ വർക്കാരാണ് കണ്ട. റോഡൊക്കെ ഭയങ്കര കുഴിയും കുട്ടും കുഴികളാണ്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ല ശരിക്കും നമ്മുടെ നാട്ടിലെ വീടുകളും കാര്യങ്ങളൊക്കെ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ. കാണുന്ന പള്ളി കണ്ട ഞാൻ പോകുന്നത് അങ്ങനെ ഒരു ചെറിയ സ്ഥലം. ഞാൻ ഇപ്പോൾ പെരുന്നാളിന് ശേഷം കോയമ്പത്തൂർ പള്ളിയിൽ കൂടെ നിൽക്കലാണ്. ബാക്കി 2-3 വെള്ളിയാഴ്ചയൊക്കെ നാട്ടിലായിരുന്നു. വണ്ടിയൊക്കെ നിർത്താൻ കണ്ട നല്ല ബാക്കിൽ നിർത്തിയിട്ടാണ് നടന്നു വന്നത്. അപ്പോൾ അതാ പള്ളിയൊക്കെ വിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ തിരിച്ചു കൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. തിരക്കല്ലേ, ചെറിയ റോഡും കുറച്ച് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അല്ലാതെ പള്ളിക്കാണെങ്കിൽ പാർക്കിങ് അങ്ങനെയുള്ളതൊന്നുമല്ല, ഒരു റോഡിൽ നിർത്തിയിട്ട് വേണം ഞാൻ പോകാൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി.